ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റീഡിങ്ങിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്, ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഒരു നോ കോൺടാക്ട് സിറ്റുവേഷനിലോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊരു യാതൊരു വിധത്തിലുള്ള കമ്മ്യൂണിക്കേഷനില്ല ഒരു സെപ്പറേഷൻ പോയിരിക്കുന്ന ഒരവസ്ഥയാണ് എന്നുണ്ട് എങ്കിൽ ഇനി അടുത്തതായിട്ട് എന്താണ് സംഭവിക്കുക, അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുമോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്, അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇതൊക്കെയാണ് നമ്മൾ ഈ റീഡിങ്ങിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് റീഡിംഗ് ആണെന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോഴാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലോസ്, എനർജീസ്, സിറ്റുവേഷൻസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിംഗ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. ഈ ഒരു സ്പ്രെഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ മാസ്റ്റർ കാർഡ് ഏസ് ഓഫ് വാൻഡ്സ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് കാർഡ് നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു നിങ്ങളുടെ ആ ഒരു പേഴ്സന്റെ കറണ്ട് എനർജിയാണ് ഫസ്റ്റ് കാർഡിൽ നമുക്ക് യൂണിവേഴ്സ് പറഞ്ഞു തരുന്നത്. ഇത് ഹെർമിറ്റ് കാർഡാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഇവരുടെ എനർജി മുഴുവൻ പുറകിലേക്ക് മാറി നിൽക്കുന്നു, അല്ലെങ്കിൽ വിഡ്രോൺ ചെയ്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ നിങ്ങളോടൊപ്പം ഇല്ലാതെ മാറി നിൽക്കുന്ന എനർജി. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളൊരു സെപ്പറേഷനിലോ നോ കോണ്ടാക്റ്റിലോ ഒക്കെ ആയിരിക്കും. അപ്പൊ രണ്ടുപേരും ഇപ്പോൾ പുറത്തേക്ക് യാതൊരു വിധത്തിലുള്ള നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനുള്ളിലുള്ള ഫീലിങ്സുകൾ പറയാനായിട്ട് ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ പറയുന്നില്ല, സംസാരിക്കാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ വലിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ട്, ഫീലിങ്സ് ഉണ്ട്, കാര്യങ്ങൾ പ്രോസസ്സിങ് ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ പുറത്തേക്ക് രണ്ടുപേരും നിങ്ങളാകട്ടെ നിങ്ങളുടെ പേഴ്സണാകട്ടെ യാതൊരു രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇതൊരു ഈഗോ കൊണ്ടുള്ള ഒരു സെപ്പറേഷനോ സൈലൻസോ ആണോ, അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ഒക്കെ ആണോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയല്ല നമുക്ക് മനസ്സിലാവുന്നത്. ഇത് ഹെർമിറ്റ് കാർഡ് വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ ഇതൊരു ഹീലിംഗ് സംബന്ധമായിട്ട് വരുന്ന ഒരു സൈലൻസ് ആണ് എന്ന് പറയാനായിട്ട് പറ്റും. അതായത് ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും കുറേയേറെ പ്രശ്നങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിലും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടായിട്ടുണ്ടാകാം. അങ്ങോട്ടും ഇങ്ങോട്ടും പല കാര്യങ്ങളും പറഞ്ഞ് ഹേർട്ട് ഉണ്ടായിട്ടുണ്ടാകാം, റിലേഷൻഷിപ്പിൽ നിന്ന് ട്രോമകൾ ഉണ്ടായിട്ടുണ്ടാകാം. ആ ഒരു വേദനകളും വിഷമങ്ങളും ഒക്കെ മറക്കാനായിട്ട് നമ്മൾ ഒരു ചെറിയ ബ്രേക്ക് എടുക്കുന്നു, ആ ഒരു ഹീലിംഗ് പീരീഡ് എടുക്കുന്നു. അത് ചിലവർ അത് മനസ്സിലാക്കി എടുക്കും, ചിലവർക്ക് റിലേഷൻഷിപ്പിൽ അത് താനേ ആ ഒരു സമയം ആ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടും. അപ്പൊ അങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന, അല്ലാതെ ഈ ഒരു വ്യക്തി മനസ്സിൽ തീരുമാനിച്ച് അങ്ങനെ എടുത്തിരിക്കുന്ന ഒരു ഹീലിംഗ് ആണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് കൂടുതലായിട്ടും ആളുകൾക്ക് ഇതൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് വരുന്നത്. അതായത് ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ഹീലിംഗ് ആവശ്യമാണ് എന്ന് യൂണിവേഴ്സ് മനസ്സിലാക്കിക്കൊണ്ട് അതിനിടയ്ക്ക് ഒരു സ്പേസ് വേണമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ ഒരു സെപ്പറേഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സെപ്പറേഷന്റെ സമയത്ത് നമ്മൾ വിചാരിക്കും ഇത് എൻഡായി പോയി, ഇനി ഇതിനൊരു ഫ്യൂച്ചർ ഇല്ല എന്ന് വിചാരിക്കുമെങ്കിലും പിന്നീട് മറ്റൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളെ തമ്മിൽ യൂണിവേഴ്സ് തന്നെ ഒരുമിപ്പിക്കുകയും ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള ഒരു കേസായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് വരുന്നത്. ഈ ഒരു റീഡിംഗ് റെസിനേറ്റ് ചെയ്യുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഇത്തരത്തിലായിരിക്കാനുള്ള ചാൻസ് ആണ് ഉള്ളത്. അപ്പൊ എന്താണെങ്കിലും ഇത് മനഃപൂർവ്വമായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു ഈഗോ കാരണമോ എന്തെങ്കിലും പ്രശ്നങ്ങളോ മൂലമോ ഒന്നും വന്ന ഒരു സൈലന്റ് അല്ല എന്ന് ആണ് നമുക്ക് മനസ്സിലാവുന്നത്. ഒരു ഹീലിംഗ് സൈലൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കുന്ന ഈ ഒരു മൗനം, അതിന് കാരണം അതാണ്. ഓക്കെ, പിന്നെ അവരുടെ ഒരു മനസ്സിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോഴും നിങ്ങളോട് വളരെയധികം ഒരു കണക്ഷൻ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അവർക്കൊരു അവർ വളരെയധികം ഒരു മീനിങ് ഫുൾ ആയിട്ട് മാറാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരുടെ മനസ്സിനുള്ളിൽ വളരെയധികം ഒരു സ്നേഹം നിങ്ങളോട് തോന്നുന്നുണ്ട്. ഇമോഷണൽ ബോണ്ട് അത് ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. അത് ബ്രേക്ക് ആയിട്ടില്ല എന്നുള്ളതാണ്. ആ ഒരു കമ്മ്യൂണിക്കേഷൻ മാത്രമേ ബ്രേക്ക് ആയിട്ടുള്ളൂ. ഇമോഷണൽ ബോണ്ട് ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. അവർ ആ ഒരു ഡിസ്റ്റൻസ് എടുത്തത് നിങ്ങളോട് ഫീലിങ്സ് ഇല്ലാത്തത് കൊണ്ടോ സ്നേഹമില്ലാത്തത് കൊണ്ടോ ഒന്നുമല്ല എന്നുള്ളൊരു കാര്യമാണ്. അവരുടെ മനസ്സിന്റെ കാര്യത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അത് 2 ഓഫ് കപ്സ് വഴി നമുക്ക് അത് തന്നെയാണ് മനസ്സിലാവുന്നത്. വളരെയധികം സ്നേഹം ഇപ്പോഴും ആ ഒരു ഇമോഷണൽ കണക്ഷൻ, ബോണ്ടിങ് എല്ലാം നിങ്ങളുടെ അടുത്തുണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പം ഇനി നിങ്ങളുടെ ഒരു എനർജിയിലേക്ക് വരുമ്പോൾ ക്യൂൻ ഓഫ് കപ്സിന്റെ എനർജിയാണ് അത്. നിങ്ങളുടെ ഒരു എനർജി വരുമ്പോൾ നിങ്ങൾ ഇമോഷണലി ഡീപ്പായിട്ട് വളരെയധികം ഈ ഒരു പേഴ്സണുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് വരുന്നത്. കമ്പാഷനായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. പക്ഷെ പല രീതിയിലുള്ള ഓവർ തിങ്കിങ്ങുകൾ നിങ്ങളുടെ ചുറ്റും നടക്കുന്നുമുണ്ട്. അതായത് ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ ഇമോഷണലി നിങ്ങൾ ഒത്തിരി ഡീപ്പായിട്ട് ഈ ഒരു പേഴ്സണെ സ്നേഹിക്കുന്നു, അവരോട് ഓവർ അറ്റാച്ച്ഡ് ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് തന്നെ അവരെ ചേസ് ചെയ്യുകയും അവരുടെ കാര്യങ്ങൾ നിങ്ങൾ അറിയാനായിട്ട് ശ്രമിക്കുകയും ഒക്കെ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നില്ലെങ്കിൽ കൂടിയും പുറമേ നിന്ന് മറ്റുള്ള ആളുകളായിട്ട് സാഹചര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ സോഷ്യൽ മീഡിയ വഴിയൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം
നിങ്ങൾ സ്വയമേ കുറേ ഓവർ തിങ്കിങ് ചെയ്ത് നിങ്ങളെ തന്നെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പൊ ആ ഒരു കാര്യം വരുന്നത് തന്നെ വളരെയധികം ഈ ഒരു പേഴ്സണുമായിട്ട് ഡീപ്പ് അറ്റാച്ച്മെന്റ് ഉള്ളത് കൊണ്ടാണ് എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, പിന്നെ വരുന്നത് ഒരു 5 ഓഫ് വാൻഡ്സിന്റെ എനർജിയാണ്. ഈ ഒരു സൈലൻസ് ഉണ്ടാകാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇടയിൽ, ഞാനപ്പോൾ ഫസ്റ്റത്തെ കാർഡിൽ നമ്മൾ പറഞ്ഞു, ജസ്റ്റ് അങ്ങ് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. കറക്റ്റ് ഉള്ള ഒരു കാരണം നമുക്കിവിടെ കാർഡ് വഴി കാണിച്ചു തരുന്നുണ്ട്. ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്, എന്തൊക്കെയോ ഒരു നിങ്ങൾ തമ്മിൽ പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി, അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ ഇടപെട്ടിട്ട് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ കുറച്ച് മിസ്അണ്ടർസ്റ്റാൻഡിങ്ങുകൾ ഉണ്ടാക്കിയിട്ടുള്ളതാകാം. അപ്പൊ ആ ഒരു ആളിനെ വിശ്വസിച്ച് അവര് ആ ഒരു വഴിക്ക് പോയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ള വ്യക്തികൾ പറഞ്ഞപ്പോൾ അത് വിശ്വസിച്ചിട്ട് ഇവരെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുള്ളതും ആകാം. എങ്ങനെയാണെങ്കിലും അങ്ങനെയുള്ള കുറച്ച് മിസ്അണ്ടർസ്റ്റാൻഡിങ്ങൾ ഇതിനുള്ളിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് കുറച്ച് ഇന്നർ കോൺഫ്ലിക്ട്സുകൾ ഉണ്ടായി. അതായത് ഇവരെ കുറിച്ചുള്ള കുറെ കാര്യങ്ങൾ നിങ്ങൾ അറിയുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും ഇവർ ജെന്യുവൻ ആണോ, അല്ലെങ്കിൽ ഇവർ എന്നെ പറ്റിക്കാണോ, അല്ലെങ്കിൽ ഇവർക്കൊരു തമാശയ്ക്ക് വേണ്ടിയിട്ടാണോ ഇവർ ഇതിൽ നിൽക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള കുറെ അപ്പം ആ ഒരു ചിന്തകൾ വരുന്നതോടൊപ്പം തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ നിങ്ങൾ ചിന്തിക്കും, ഇല്ല ഇവർ വളരെ ജെന്യുവൻ ആയിട്ടാണ് എൻ്റെ അടുത്ത് നിൽക്കുന്നത്, ഞാൻ സ്നേഹിക്കുന്ന പോലെ തന്നെ ഇവരും എന്നെ സ്നേഹിക്കുന്നുണ്ട്, അങ്ങനെ ചിന്തിക്കും. ആ ഒരു ഇന്നർ കോൺഫ്ലിക്റ്റ് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടായി. അപ്പൊ ആരാണ് ഈ ഒരു കോൺഫ്ലിക്റ്റും കാര്യങ്ങളൊക്കെ അങ്ങനെ നടക്കുന്ന സമയത്ത് തന്നെ ആയിരിക്കാം ഈ ഒരു സൈലൻസ് അല്ലെങ്കിൽ ഒരു ലെസ് കോണ്ടാക്റ്റിലേക്ക് നിങ്ങൾ പോയിട്ടുണ്ടാകും. അങ്ങനെ സംസാരിക്കാതെ അങ്ങനെ പോയി ഒരു ലെസ് കോണ്ടാക്ട് വന്ന് പിന്നെ അത് നോ കോണ്ടാക്റ്റിലേക്ക് പോയതായിരിക്കും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ആരാണ് ആ പ്രശ്നങ്ങൾക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം ആരാണ് ആദ്യം അപ്രോച്ച് ചെയ്യുക, അല്ലെങ്കിൽ ആരാണ് ആദ്യം സംസാരിക്കുക എന്നൊരു ഈഗോ ക്ലാഷ് നിങ്ങളുടെ ഇടയിൽ ഉണ്ടായതായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കും, ആ ഒരു പേഴ്സൺ വന്ന് എന്നോട് സംസാരിക്കട്ടെ, ഞാനല്ലേ ഇത് എൻ്റെ ഭാഗം. എപ്പോഴും നമ്മൾ നമ്മുടെ ഭാഗം ന്യായീകരിച്ചാണല്ലോ ഓരോ കാര്യങ്ങളും ചിന്തിക്കുന്നത്. അപ്പം നിങ്ങൾ നിങ്ങളുടേതായ ഭാഗം ന്യായീകരിച്ച് ചിന്തിച്ച് നമ്മൾ വിചാരിക്കും, ഓക്കെ ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് എത്ര എഫേർട്ടൊക്കെ ഇട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നിട്ട് ഈ ഒരു ചെറിയ കാര്യം വന്നപ്പോഴത്തേക്കും എന്നെ വേണ്ടാന്ന് വെച്ച് പോയല്ലോ, അതുകൊണ്ട് വേണമെങ്കിൽ ഇനി ആള് വന്ന് എൻ്റെ അടുത്ത് സംസാരിക്കട്ടെ എന്നുള്ള രീതിയിൽ നിങ്ങൾ നിൽക്കുന്നുണ്ടാകാം. നിങ്ങളുടെ പേഴ്സണും ആ ഒരു സെയിം ഫീലിങ്സ് തന്നെ അപ്പുറ സൈഡിൽ നിന്ന് ചിന്തിക്കുന്നുണ്ടാകാം. ഞാൻ ഇത്രയും സ്നേഹത്തോടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നിട്ട് ഈ ഒരു ചെറിയ കാര്യം വന്നപ്പോൾ ഈ ഒരു പേഴ്സൺ വേണമെങ്കിൽ എന്നോട് വന്ന് മിണ്ടാലോ എന്ന് നിങ്ങളെ കുറിച്ചും അവർ ചിന്തിക്കുന്നുണ്ട്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ രണ്ടുപേരും വിട്ടുകൊടുക്കാതെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്കിവിടെ കാണാൻ വരുന്നത്. അപ്പോൾ അവിടെ ഒരു ഈഗോ ക്ലാഷ് ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് ഇങ്ങനെ നീണ്ടു പോകുന്നത്, നടക്കാതെ പോകുന്നത്. അതുകൊണ്ടാണ്, അതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാരണമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് 5 ഓഫ് വാൻഡ്സിന്റെ എനർജിയിൽ നിന്ന്. പിന്നെ നൈറ്റ് ഓഫ് കപ്സ് ഉണ്ട്. അപ്പോൾ ഇവർക്ക് കുറച്ച് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെങ്കിലും ഈ ഒരു പേഴ്സന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു മറച്ചു വെച്ചിരിക്കുന്ന കുറേ ഫീലിങ്സ് ഉണ്ട്. ഇവരുമായിട്ട് മിണ്ടണം, സംസാരിക്കണം, പഴയ രീതിയിലേക്ക് പോകണം എന്നൊക്കെയുള്ള വളരെ റൊമാൻറ്റിക് ആയ ചിന്തകളൊക്കെ ഉണ്ട്. അതൊക്കെ അവരെ പിടിച്ച് വലിക്കുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ നടത്തൂ എന്ന രീതിയിൽ അവരുടെ മനസ്സിനെ പിടിച്ച് ഉലയ്ക്കുന്നുണ്ട്. അവര് നിങ്ങളെ അപ്രോച്ച് ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ആ ആഗ്രഹം പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ വളരെ അർജായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു ഈഗോ ഇങ്ങനെ തടഞ്ഞു നിർത്തിയിരിക്കുന്നതായിട്ട്, അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നങ്ങൾ ഇങ്ങനെ തടഞ്ഞു നിർത്തിയിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പൊ പ്രത്യക്ഷത്തിൽ ഇത് യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഒരു ഹീലിംഗ് നിങ്ങൾക്ക് രണ്ടുപേർക്കും ആവശ്യമായതുകൊണ്ട് ഒരു സെപ്പറേഷൻ അതിൻ്റെ ഇടയ്ക്ക് കൊണ്ടുവന്നിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ഈഗോ വിട്ട് മുന്നോട്ടേക്ക് വന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് കഴിയാതെ. അപ്പൊ കുറച്ച് സ്പേസ് അവിടെ വേണം, അത് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇതൊരു ഫെയ്ത്ത് ആണ്, ഒരു വിധിയാണ്, അത് ഇതിന്റെ ഉള്ളിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ നടക്കുമ്പോൾ പോലും ഇത് പിരിഞ്ഞു പോകാനുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ല. കാരണം രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോഴും വളരെയധികം സ്നേഹമുണ്ട്, അപ്രോച്ച് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, കമ്മ്യൂണിക്കേഷൻ ചെയ്യണമെന്ന് നിങ്ങളും ഈ ഒരു സെയിം ആഗ്രഹം നിങ്ങൾക്കുണ്ട്, നിങ്ങളുടെ പേഴ്സണും ഉണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, പിന്നെ 8 ഓഫ് കപ്സിന്റെ ഒരു എനർജി എന്ന് പറയുമ്പം ഒരു ഇമോഷണൽ ഓവർലോഡായിട്ട് ഈ ഒരു പേഴ്സൺ പാസ്റ്റിൽ വളരെ ഇമോഷൻസ് ഓവർലോഡറായിട്ട് ഈ ഒരു പേഴ്സണെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒത്തിരി ഇമോഷൻസ് ഹാൻഡിൽ ചെയ്യേണ്ട, ചിലപ്പോൾ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കൂടി എടുത്തു വെക്കുന്ന ഒരു പേഴ്സൺ, അല്ലെങ്കിൽ വളരെയധികം ഓവർ തിങ്ക് ചെയ്യുന്ന, നെഗറ്റീവ് തിങ്കിങ് ഒക്കെ ചെയ്ത് ചിന്തകളുടെ ഇടയിൽ പെട്ടുപോകുന്ന ഒരു പേഴ്സണൊക്കെ ആകാനുള്ള ചാൻസ് ഉണ്ട് നിങ്ങളുടെ പേഴ്സൺ. അപ്പൊ അങ്ങനെയുള്ള ഒരു പേഴ്സൺ ആകുമ്പോൾ കുറേയേറെ പ്രശ്നങ്ങളും ഓടെ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഉള്ളിൽ വരുമ്പോൾ അവർക്കത് ഹാൻഡിൽ ചെയ്യാനായിട്ട് ഭയങ്കര പാടായിട്ട് വരികയും അവർ ഇമോഷൻ ഓവർലോഡ് ആവുകയും ചെയ്യും. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ അവർക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു വഴി എന്ന് പറഞ്ഞാൽ ഒരു ടെമ്പററി ആയിട്ട് ജസ്റ്റ് മാറി നിൽക്കുക എന്നുള്ളതാണ്. അതാണ് ഇപ്പോൾ അവർ
ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ കുറെ ആളുകൾക്ക് ഇങ്ങനെയുള്ള ഒരു പേഴ്സന്റെ എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ വരുന്ന ആ ഒരു ബ്ലോക്ക് എന്താണ്, ഇപ്പൊ പ്രസന്റ്ലി എന്താണ് അവരുടെ ഈ ഒരു ബ്ലോക്കിന് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് അവർക്ക് പറ്റുന്നില്ല. ഇനി നിങ്ങളിലേക്ക് മടങ്ങി വരണമോ എന്നുള്ളൊരു ചിന്ത, അല്ലെങ്കിൽ ഇതേ വഴി തന്നെ തുടരണമോ, മൂവ് ഓൺ ചെയ്യണമോ, ഇങ്ങനെ 3 കാര്യങ്ങളാണ് അവർ ചിന്തിക്കുന്നത്. അത് അവർക്ക് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു യുദ്ധം തന്നെ നടക്കുകയാണ്. എന്ത് ചെയ്യണം എന്ന് അറിയാൻ പറ്റാത്ത രീതിയിൽ അവർ വിഷമിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. പ്രസന്റ്ലി അതാണ് നിങ്ങളിലേക്ക് വരാതെ ബ്ലോക്ക് ചെയ്ത് അവരെ നിർത്തിയിരിക്കുന്നത്. അവർ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്, എന്ത് ചെയ്യണം എന്ന ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് പറ്റാത്ത രീതിയിൽ. പിന്നെ പേജ് ഓഫ് വാൻസിന്റെ ഒരു എനർജി വരുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും, ഫ്യൂച്ചറിൽ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള രീതിയിൽ ഒരു കമ്മ്യൂണിക്കേഷനുമായിട്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഒരു ചെറിയ മെസ്സേജോ അല്ലെങ്കിൽ ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു കോണ്ടാക്റ്റോ, ഈ ഒരു കാര്യത്തിന് വേണ്ടിയല്ല, വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വിളിക്കുന്ന പോലെയൊക്കെ വിളിച്ചിട്ട് പണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ എൻ്റെ ഒരു സാധനമൊക്കെ നിന്റെ കയ്യിൽ ഉണ്ടായിരുന്നല്ലോ, അതിപ്പോൾ അവിടെ ഉണ്ടോ, അല്ലെങ്കിൽ ഒരു കോമൺ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരുടെ ഒരു നമ്പർ നിന്റെ കയ്യിലുണ്ടോ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് അപ്രോച്ച് ചെയ്യുക. ആക്ച്വലി അതല്ല അവരുടെ ഇന്റൻഷൻ എങ്കിൽ കൂടിയും ആ ഒരു ഇൻഡയറക്റ്റ് കോണ്ടാക്ട് വഴി നിങ്ങളിലേക്ക് വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഒരു മെസ്സേജ് ഒക്കെ ഇട്ടിട്ട് നമ്മൾ തിരിച്ചു ചോദിക്കുന്ന സമയത്ത് അത് അറിയാതെ വന്നതാ, അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും അയച്ചപ്പോൾ വന്നതാന്ന് പറഞ്ഞിട്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ളൊരു ചാൻസ് കാണുന്നുണ്ട്. സോഷ്യൽ മീഡിയ വഴിയിട്ട് നിങ്ങളെ ഫോളോ ചെയ്യുകയോ ഇന്ററാക്ട് ചെയ്യുന്ന ആ ഒരു രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ വളരെ പ്രതീക്ഷിക്കാത്ത സമയത്ത് നിങ്ങളിലേക്ക് വരുമെന്നുള്ളതാണ് നമുക്ക് ഫ്യൂച്ചറിന്റെ ഒരു ഇത് നോക്കുമ്പോൾ പേജ് ഓഫ് വാൻസ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പം അവരുടെ നെക്സ്റ്റ് അവരെടുക്കുന്ന ഒരു ആക്ഷനും അത് തന്നെ ആയിരിക്കാം. ഒരു സ്ലോ ആയിട്ട് പക്ഷെ ഒരു സിൻസിയർ ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് അവരുടെ ഭാഗത്തു നിന്ന് നിങ്ങളിലേക്ക് വരാനായിട്ട് പോകുന്നത്. അതാണ് നമുക്കിവിടെ പറയാനായിട്ട്. അങ്ങനെ ഒരു അപ്രോച്ച് വന്നത്, സിൻസിയർ ആയിട്ട് അവർ നിങ്ങളെ അപ്രോച്ച് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വീണ്ടും ഒരു ഇതിലേക്ക് വന്നു കഴിയുമ്പോൾ, പണ്ടൊക്കെ ഇവര് ഈ ഒരു ഓൺ ആൻഡ് ഓഫ് രീതിയിൽ പോയിക്കൊണ്ടിരുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പൊ നമ്മളിലേക്ക് വരുന്നു, കുറച്ച് ദിവസം കഴിയുമ്പോൾ അതൊന്ന് മാറി പിന്നെ ഓഫ് ആവുന്നു, പിന്നെ കുറച്ച് കഴിയുമ്പോൾ പിന്നെ തിരിച്ചു വരുന്നു, ആ ഒരു രീതിയിലാണ് ഈ ഒരു പേഴ്സൺ ചെയ്തിരുന്നതെങ്കിൽ പോലും ഇനി ഇവര് നിങ്ങളെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് വളരെ സിൻസിയർ ആയിട്ടായിരിക്കും വരികയും അതൊരു സ്റ്റഡി ആയിട്ടും ഒരു സ്റ്റേബിൾ ആയിട്ടും അത് അങ്ങനെ തന്നെ നിൽക്കും. വീണ്ടും തിരിച്ച് ഓഫായി പോകുന്ന ഒരവസ്ഥയിലേക്ക് പോകില്ല എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതും കൂടി നമ്മളിവിടെ എടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. പിന്നെ ഒരു ടെമ്പറൻസ് കാർഡ് നമുക്ക് വന്നിട്ടില്ല. അതൊരു പേഷ്യൻസിന്റെ ഒരു കാർഡാണ്. റീയൂണിയൻ ഗ്രാജുവൽ ആയിട്ട് നടക്കും. അതായത് പതിയെ ആ ഒരു സ്റ്റേജ് നിങ്ങളിലേക്ക് വന്നെത്തിക്കൊള്ളും. സഡൻ ആയിട്ട് അത് നടക്കില്ല. അപ്പോൾ ഒരു പേഷ്യൻസ് വേണം, ക്ഷമ വേണം. ബാലൻസോട് നിങ്ങളുടെ മനസ്സിന്റെ മെന്റൽ സ്റ്റെബിലിറ്റിയോട് കൂടി നിൽക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. ബാലൻസ് ചെയ്ത് എല്ലാ കാര്യങ്ങളും ബാലൻസ് ചെയ്ത് റീസ്റ്റോർ ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കണം. പേഷ്യൻസ് വേണം. റീയൂണിയൻ ഗ്രാജുവൽ ആയിട്ട് പതിയെ നടക്കും എന്നുള്ളത് തന്നെയാണ് ടെമ്പറൻസ് കാർഡ് നമുക്ക് കാണിച്ചത്. അല്ലാതെ ഒരു പെട്ടെന്ന് ഒരു ഇന്ന ടൈമിൽ നടക്കും അങ്ങനെ പറയാനായിട്ട് നമുക്ക് പറ്റത്തില്ല. ഓക്കെ. പിന്നെ 10 ഓഫ് കപ്സും വളരെ നല്ലൊരു കാർഡാണ്. നമുക്ക് ഈ ടെമ്പറൻസ്, 10 ഓഫ് കപ്സ്, സ്ട്രെങ്ത്, ലാസ്റ്റ് ഏസ് ഓഫ് വാൻസ്. ഏസ് ഓഫ് വാൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഫ്രഷ് സ്റ്റാർട്ട്, അത് ഒരു റീസ്റ്റാർട്ട് തന്നെയാണ് നമുക്ക് കാണുന്നത്. ഫ്രഷ് സ്റ്റാർട്ട് എന്നല്ല, ഫ്രഷ് ആയിട്ടുള്ള ഒരു റീസ്റ്റാർട്ട്, പുതിയ തുടക്കം, അത് തന്നെയാണ് നമുക്ക് എനർജി നൽകുന്നത്. ഏസ് ഓഫ് വാൻസ് ഫയർ ആണ്. അതുപോലെ തന്നെ ആദ്യം ഏതൊരു രീതിയിലായിരുന്നു ഒരു സ്നേഹം നിങ്ങൾക്ക് ഉണ്ടായിരുന്നത്, ഏതൊരു രീതിയിലായിരുന്നു ആ കണക്ഷൻ ഉണ്ടായിരുന്നത്, അതേ രീതിയിലുള്ള ഒരു വൈബോട് കൂടി തന്നെ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാകും. ആ ഒരു ന്യൂ ബിഗിനിങ്ങിലേക്ക് വരുമ്പോഴും ആ പണ്ടുണ്ടായിരുന്ന അതേ സ്നേഹം വീണ്ടും തിരിച്ച് അതേ ബോണ്ട് ഈ റിലേഷൻഷിപ്പിൽ എത്തും എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ സ്ട്രെങ്ത് കാർഡ് വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു സ്ട്രെങ്ത് കാർഡ് വഴി യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നത് ഒരു യൂണിവേഴ്സൽ ഗൈഡൻസ് ആണ്. അത് റിയാക്ട് ചെയ്യാതെ റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളതാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതായത് ഇപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നു, അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ റിയാക്ട് ചെയ്യും. നമ്മൾ അതിനെ എടുത്തടിച്ച പോലെ കാര്യങ്ങൾ പറയും. റെസ്പോണ്ട് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ കാര്യം ഒബ്സർവ് ചെയ്യുക, മനസ്സിലാക്കുക, അതിനുശേഷം നമ്മൾ അതിനെക്കുറിച്ച് എന്ത് പറയണം എന്നതിനെക്കുറിച്ച് ഒരു ഡിസിഷൻ എടുക്കുക. എന്നിട്ട് വ്യക്തവും ക്ലിയറുമായിട്ട് അവരോട് പറയാനുള്ള കാര്യങ്ങൾ മാത്രം പറയുക. നോ എക്സ്പ്ലനേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മളിപ്പോൾ ഒരു കാര്യം പറയുമ്പോഴത്തേക്കും ഇത് എന്തുകൊണ്ട് അങ്ങനെ വന്നു, അല്ലെങ്കിൽ ഞാൻ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്നുള്ളതിന്റെ എക്സ്പ്ലനേഷൻ നമ്മൾ ആദ്യം പറയും. അതിനുശേഷം പറഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ അതിനെ സാധൂകരിക്കാൻ വേണ്ടിയിട്ട് പിന്നെയും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. അതാണ് റിയാക്ട് എന്ന് പറയുന്നത്. പെട്ടെന്ന് തുറന്നടിച്ച് പെട്ടെന്ന്, ചിലരാണെങ്കിൽ എന്തെങ്കിലും കാര്യം പറയുമ്പോഴത്തേക്കും ഒന്ന് ചിന്തിക്കുക പോലും ചെയ്യാതെ പെട്ടെന്ന് ആൻസർ വരും. അങ്ങനെയല്ല, നമ്മൾ ചിന്തിച്ചതിന് ശേഷം റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ. പിന്നെ കാമായിട്ടിരിക്കുക, കാമായിട്ട് കോൺഫിഡൻസ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് ശ്രദ്ധിക്കുക. ചേസ് ചെയ്യേണ്ട ഒരു കാര്യമില്ല.
പിന്നെ നിങ്ങളിലേക്ക് അവരെ അട്രാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ അങ്ങോട്ട് പോയിട്ട് അവരുമായിട്ട് അട്രാക്ട് ആകാതെ അവരെ നിങ്ങളിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഈ ഒരു സ്ട്രെങ്ത് കാർഡ് വഴി യൂണിവേഴ്സ് നമുക്ക് തരുന്ന കുറച്ച് ഗൈഡൻസ് മെസ്സേജ് എന്ന് പറയാനായിട്ട് വരുന്നത്. അപ്പോൾ 10 ഓഫ് കപ്സും ഏസ് ഓഫ് വൺസും ഈ ഒരു റിയൂണിയൻ തന്നെയാണ്. 10 ഓഫ് കപ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഇമോഷണൽ ഫുൾഫിൽമെന്റ് ആണ്. അതായത് അത് തന്നെയാണ് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഏത് തരത്തിലുള്ള അല്ലെങ്കിൽ എത്രയധികം ഒരു സ്നേഹമാണോ, എത്രയധികം ഒരു സന്തോഷത്തോടെയാണോ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്, ആ ഒരു സെയിം വൈബിൽ ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും നിങ്ങളിലേക്ക് തിരിച്ചു വരും. അത് തന്നെയായിരിക്കുമല്ലോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ആ ഒരു ഫുൾഫിൽമെന്റ്, ആ ഒരു ഇമോഷണൽ ആയിട്ട് നിങ്ങൾ എന്തുമാത്രം ഫുൾഫിൽമെന്റ് ആഗ്രഹിക്കുന്നുണ്ടോ അതേ ഒരു ഫുൾഫിൽമെന്റ് നിങ്ങൾക്ക് ഉണ്ടാകും എന്നുള്ളതാണ്. ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഓപ്പൺ ആയി കഴിഞ്ഞാൽ പതിയെ ഗ്രാജുവലി ഇത് റീസ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകുമെന്നുള്ളതാണ്. അപ്പോൾ ഒരു സ്ട്രോങ് റീകൺസിലേഷൻ എനർജി തന്നെയാണ് നമുക്ക് 10 ഓഫ് കപ്സ് നൽകുന്നത്, ഏസ് ഓഫ് വാൻഡ്സ് നൽകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡുകൾ തന്നെയാണ് നമുക്ക് ഈ ഒരു റീഡിങ്ങിൽ വന്നിട്ടുള്ളത്. ഓവറോൾ എനർജി പറയുകയാണെങ്കിൽ ഈ ഒരു സൈലൻസ് ഒരിക്കലും ഒരു പെർമനന്റ് ആയിട്ടുള്ളതല്ല എന്നുള്ളൊരു കാര്യം ഓർക്കുക. ഇത് ടെമ്പററി ആണ്, ഇതൊരു ബ്രേക്കപ്പ് അല്ല, ഒരു പോസ്റ്റ് സ്റ്റേജ്, പിടിച്ചു നിർത്തിയിരിക്കുന്ന ഒരു സ്റ്റേജ് മാത്രമാണ്, അല്ലെങ്കിൽ ക്രിയേറ്റ് ആയിരിക്കുന്ന ഒരു സ്റ്റേജ് മാത്രമാണ്. അവർ തിരിച്ചു വരാനുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സ്ട്രോങ് ആയിട്ട് തന്നെ അവർ തിരിച്ചു വരും. പക്ഷെ ഒരു സ്ലോ ആയിരിക്കും, അത് സഡൻലി പെട്ടെന്ന് നടക്കണമെന്നില്ല. ഒരു സ്ലോ ആയിട്ട് ഗ്രാജുവലി ആ ഒരു റീസ്റ്റാർട്ട് ഉണ്ടായിക്കൊള്ളും എന്നുള്ളതാണ്. ആ ഒരു എനർജി നിങ്ങളിലേക്ക് എത്തും എന്നുള്ളതാണ്. അപ്പോൾ ഈഗോ വിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ തുറന്ന് നടത്താനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ റിലേഷൻഷിപ്പിന്റെ റീസ്റ്റാർട്ട് പോസിബിൾ ആണ് എന്നാണ് യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാകുന്നത്. അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ ഈ സെയിം കാർഡ് വെച്ചിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഓവർ തിങ്കിങ് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം. പിന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക, നിങ്ങളുടെ ഭാഗത്തുനിന്ന് ശ്രമിക്കുക. ഈ ഈഗോസും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് അത് ഒരു റീയൂണിയന് സ്റ്റാർട്ടാകും, റീയൂണിയന് ഉള്ള ഒരു വഴി തെളിക്കും എന്ന് തന്നെയാണ് കാണുന്നത്. പിന്നെ സെൽഫ് ഫോക്കസ് ചെയ്യുക, ഇമോഷണൽ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ നമ്മൾ സ്ട്രെങ്ത് കാർഡിൽ ഓൾറെഡി അഡ്വൈസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു യൂണിവേഴ്സിന്റെ ഭാഗത്തുനിന്ന്. കാമായിട്ടിരിക്കുക, കോൺഫിഡൻസ് ആയിട്ടിരിക്കുക, അവരെ ചേസ് ചെയ്യാതിരിക്കുക, അവരെ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യുക, അങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്ത് പോകാതിരിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ റിയാക്ട് ചെയ്യാതെ റെസ്പോണ്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇത്തരം കാര്യങ്ങളാണ് യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്ന ഗൈഡൻസ് ആയിട്ട് നമുക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ എന്തായാലും ഒരു റീകൺസിലേഷൻ നടക്കും എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായല്ലോ. അപ്പൊ ഇനി ഈ ഒരു റീകൺസിലേഷൻ പെട്ടെന്ന് തന്നെ നമ്മളിലേക്ക് നടക്കാനായിട്ട്, അല്ലെങ്കിൽ അത് പെട്ടെന്ന് നമ്മളിലേക്ക് എത്താനായിട്ട്, അല്ലെങ്കിൽ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് നമുക്ക് എന്തൊക്കെ സ്റ്റെപ്പുകൾ എടുക്കാനായിട്ട് പറ്റും എന്നുള്ള ഒരു കാര്യം കൂടെ നോക്കിക്കഴിഞ്ഞാൽ യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നത് ഈ ഒരു സൈലൻസിനെ, ഇപ്പൊ ഇവരെടുത്തിരിക്കുന്ന ഈ ഒരു മിണ്ടാതിരിക്കുന്ന അല്ലെങ്കിൽ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കുന്ന ആ ഒരു സംഭവത്തിനെ നമ്മൾ ഒരു പാനിക്കായിട്ടുള്ള രീതിയിൽ എടുക്കാതിരിക്കുക. അതായത് എല്ലാം പോയി, നഷ്ടപ്പെട്ടു പോയി, ഇനി ഒന്നും വരത്തില്ല, അല്ലെങ്കിൽ അവർക്ക് എന്നെ ഇഷ്ടമല്ല, ആ ഒരു രീതിയിലൊക്കെ ചിന്തിക്കാതിരിക്കുക, പാനിക്കാകാതിരിക്കുക. ഇപ്പോൾ ഒരു ഗ്യാപ്പ് ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ അംഗീകരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ റിലേഷൻഷിപ്പ് അവസാനിച്ചു എന്ന് നിങ്ങൾ ഒരിക്കലും കരുതരുത്, അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോയി എന്ന് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കാതിരിക്കുക. കാം എനർജി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവുക. അവർക്ക് ഒരു സേഫായി അപ്രോച്ച് ചെയ്യാനായിട്ട് തോന്നും എന്നുള്ള രീതി പോസിറ്റീവായിട്ട് ചിന്തിക്കുക. എന്നിട്ട് ഞാൻ ഓക്കെ ആണ്, ഞാൻ സെറ്റാണ്, ഞാൻ വൈബാണ് എന്ന രീതിയിൽ നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കുക എന്നാണ് യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നത്. പിന്നെ ഓവർ തിങ്കിങ് ഒഴിവാക്കുക. അത് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. റിപ്പീറ്റ്ലി അവരുടെ സോഷ്യൽ മീഡിയാസ് ചെക്ക് ചെയ്യൽ, അതുപോലെ തന്നെ ഇമേജസ് നോക്കുക, ഇങ്ങനെ എന്നിട്ട് നമ്മളെ തന്നെ നമ്മൾ ആൻഷ്യസ് ആക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു എനർജി വിട്ടുകളയുക. നിങ്ങളുടെ ഡെയിലി റൂട്ടീൻസിലേക്ക് ഫോക്കസ് ചെയ്യുക. അതായത് നിങ്ങളുടെ വോക്കിങ്ങിന് പോവുകയോ അങ്ങനെയുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഒരു കാം മൈൻഡിലേക്ക് നിങ്ങളെ കൊണ്ടുവരും. അത് മറ്റുള്ളവർക്കും നിങ്ങളിലേക്ക്, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണും നിങ്ങളിലേക്ക് ഒരു അട്രാക്ഷൻ കൊണ്ടുവരാനുള്ള ഒരു എനർജി സൃഷ്ടിക്കും എന്നാണ് യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, പിന്നെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈഗോ വെച്ചിട്ട് ഒരു റിലേഷൻഷിപ്പ് റീബിൽഡ് ചെയ്യാനായിട്ട് ഒരിക്കലും നടക്കില്ല. അതുകൊണ്ട് തന്നെ ഈഗോ വിടുക. അതേസമയം അവരെ ചേസ് ചെയ്യുകയും വേണ്ട. അതാണ് ഇവിടെ യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഒത്തിരി അഗ്രഷൻ ഇല്ലാതെ കാമായ രീതിയിൽ മുന്നോട്ട് പോവുക. ഒരു
എന്താ പറയുക, തർക്കുത്തരം പറയുക എന്നൊക്കെ രീതിയിൽ സംസാരിക്കാതെ മുന്നോട്ട്, അതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അത് അവോയ്ഡ് ചെയ്യുക. അവിടെ വെച്ചിട്ട് ഒന്നില്ലെങ്കിൽ സംസാരം നിർത്തിപ്പോവുക. ഇനി കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിലെ കാര്യങ്ങളാണ് പറയുന്നത്. അതുപോലെ ഫസ്റ്റ് കമ്മ്യൂണിക്കേഷൻ വരുന്ന സമയത്ത് നിങ്ങളിലേക്ക് വരുമ്പോൾ ഒരു ലൈറ്റായിട്ട് അത് കൊണ്ടുപോകാനായിട്ടും ഒരു പ്രഷർ കൊടുക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. കോണ്ടാക്ട് വരുമ്പോൾ തന്നെ ഹെവി ആയിട്ടുള്ള ഇമോഷൻസ് ടോക്സ് ഒഴിവാക്കുക. അതായത് അന്ന് വരെ നമ്മൾ പിടിച്ചു വെച്ചിരുന്ന കാര്യങ്ങളൊക്കെ അഴിച്ചുവിട്ട് പറഞ്ഞ് ആ ഒരു രീതിയിലുള്ള ടോക്സുകൾ ഒഴിവാക്കിയിട്ട്, അതായത് നമുക്ക് ഇത്രയും നാൾ നമ്മൾ വളരെ കുറേ നാൾ സംസാരിക്കാതിരുന്നിട്ട് പിന്നെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടായിരുന്ന സങ്കടങ്ങളായിരിക്കാം ചിലർ പറയുക, അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ട്രോമാസ് ഒക്കെ ആയിരിക്കും നമ്മൾ പറയുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഒരു ഓവർ ആയിട്ടുള്ള ഇമോഷണൽ ടോക്സുകൾ ഒഴിവാക്കിക്കൊണ്ട് സിമ്പിളായിട്ട് ഫസ്റ്റ് കമ്മ്യൂണിക്കേഷൻ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. സിമ്പിൾ ടൂണിൽ, ഫ്രണ്ട്ലി എനർജിയിൽ, അതുപോലെ ഒരു പാസ്റ്റിലെ കാര്യങ്ങൾ പറഞ്ഞ് ബ്ലെയിം ചെയ്യാതെ അതൊക്കെ അവോയ്ഡ് ചെയ്തുകൊണ്ട് അതൊന്നും എന്നെ സമ്മതിക്കുന്ന കാര്യമേ അല്ല എന്ന രീതിക്ക് പോകാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ ആ രീതിയിൽ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കാം. ഒരു കംഫോർട്ട് ആയിട്ട് നിങ്ങൾ കംഫോർട്ട് ആവുക. നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് പോസിറ്റീവ് വൈബ് കിട്ടുന്ന രീതിയിൽ വേണം നിങ്ങൾ സംസാരിക്കാനായിട്ട്. അപ്പോൾ അത് അവർക്കും ആ ഒരു പോസിറ്റീവ് വൈബ് കിട്ടാനുള്ള ഇടയാക്കും. പിന്നെ ഈ ഒരു റീബിൽഡ് ഉണ്ടാകും എന്നുള്ളൊരു കാര്യം നിങ്ങൾ തന്നെ ട്രസ്റ്റ് ചെയ്യുക. അതാണ് ആദ്യം ചെയ്യേണ്ടത്. പിന്നെ അവർ പറയുന്ന കാര്യങ്ങൾ കൂടുതലായിട്ടും ലിസൺ ചെയ്യാനായിട്ട്, കേൾക്കാനായിട്ട് തയ്യാറാവുക. അത് റിയാക്ട് ചെയ്യരുത്. ഒരു കാര്യം പറഞ്ഞ് അപ്പം തന്നെ റിയാക്ട് ചെയ്യാനായിട്ട് നിൽക്കരുത്. അപ്പോൾ ഒരു റീകൺസിലേഷൻ സമയത്ത് നിങ്ങൾ ഒരിക്കലും ഒരു ഡിഫെൻസീവ് മോഡിലേക്ക് പോകരുത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അവരുടെ സൈഡും കൂടി കേൾക്കുക, എന്നിട്ട് അവരുടെ ഫീലിങ്സ് മനസ്സിലാക്കുക, ഒരു കാം ആയിട്ടുള്ള റെസ്പോൺസ് കൊടുക്കുക. ഇതൊരു നിങ്ങളുടെ ഒരു മെച്യൂരിറ്റി കാണിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. മെച്യൂരിറ്റി ഉണ്ട് നിങ്ങൾക്ക് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരു മെച്യൂർ ആയിട്ടുള്ള പേഴ്സൺ ബിഹേവ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് എന്ന് നിങ്ങൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. ഓക്കെ. പിന്നെ ഈ ഒരു ഓൾഡ് പാറ്റേൺ അതെല്ലാം ബ്രേക്ക് ചെയ്ത് പോവുക. ഓൾഡ് രീതിയിൽ, അതായത് പണ്ട് നിങ്ങൾ പാസ്റ്റിൽ ഈ ഒരു ബ്രേക്കപ്പ് വരെ എങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത് അതെല്ലാം മാറ്റിയിട്ട് നിങ്ങൾ നിങ്ങളുടേതായ ഒരു റുട്ടീനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി അങ്ങനെ നിങ്ങളുടേതായ രീതിയിലേക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്ത് നിങ്ങളുടെ കയ്യിൽ ഒതുക്കാനായിട്ട് ശ്രമിക്കുക. എന്ന് വെച്ചാൽ അവരെ സപ്രസ് ചെയ്ത് അവരുടെ ഇമോഷൻസ് അവരെ കൺട്രോൾ ചെയ്ത് ആ ഒരു രീതിയിലല്ല, നിങ്ങളുടേതായ കാര്യങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഒരു സൈഡാക്കി റിലേഷൻഷിപ്പ് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അപ്പോൾ സെയിം മിസ്റ്റേക്കുകൾ റിപ്പീറ്റ് ചെയ്യാതിരിക്കുക. ഇപ്പം നമുക്ക് ഓൾറെഡി അറിയാം, ഈ ഒരു കോൺഫ്ലിക്ട്സ് വന്നു, ബ്രേക്കപ്പ് വന്നു, പ്രശ്നങ്ങൾ വന്നപ്പോൾ ഒക്കെ നമുക്ക് കുറേ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സെയിം മിസ്റ്റേക്കുകൾ ഒരിക്കലും റിപ്പീറ്റ് ചെയ്യാതിരിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ സൈലന്റ് ആവുക. ഓക്കെ. ഞാൻ എന്നിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു സമയത്ത് നിങ്ങൾ ചിന്തിക്കുക. കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ ഇമ്പ്രൂവ് ചെയ്യണോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുക. അങ്ങനെ പുതിയ പുതിയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും അത് പഠിക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ അതൊരു ഗ്രോത്ത് നിങ്ങൾക്ക് ഉണ്ടാകും. ആ ഒരു ഗ്രോത്ത് ഒരു റീയൂണിയൻ വരുന്ന സമയത്ത് റിലേഷൻഷിപ്പിലും ആ ഒരു ഗ്രോത്ത് കൊണ്ടുവരാനായിട്ട് സഹായിക്കും എന്നുള്ളതാണ്. പേഷ്യൻസ് പിന്നെ ഏറ്റവും ആവശ്യമാണ്. നമുക്ക് ടെമ്പറൻസ് കാർഡ് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞാൽ പേഷ്യൻസ് ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യമാണ്. റീയൂണിയൻ ഗ്രാജുവൽ ആയിട്ട് മുന്നോട്ട് വന്നെങ്കിൽ പേഷ്യൻസ് വേണം. ഇമ്മീഡിയറ്റ് ആയിട്ട് ഇതിനൊരു ക്ലോഷർ ഉണ്ടാകണം എന്ന്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിനൊരു ഡിസിഷൻ വേണം എന്ന് നിങ്ങൾ ഒരിക്കലും പിടിവാശി പിടിക്കരുത്. ഇതിന് സമയമെടുക്കും എന്നുള്ളതാണ്. സ്ലോ പ്രോഗ്രസ് തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷേ സ്ലോ ആണെങ്കിൽ അത് സ്റ്റേബിൾ ആയിട്ട് തന്നെ ഒരു അടിത്തറയോടുകൂടി ഒരു റീസ്റ്റാർട്ട് ഉണ്ടാകും എന്നുള്ളതാണ്. അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കുക. ഇതൊരു റീകൺസിലേഷനിലേക്ക് തന്നെ പോകും എന്ന് തന്നെ നമുക്ക് ഈ ഒരു കാർഡുകളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസും കൂടി നമുക്കൊന്ന് എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ. ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടുന്നത് മെയ് മന്ത് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. സെക്കൻഡ് ക്ലൂ പോലീസ് എന്ന് പറയുന്ന ഒരു ക്ലൂ ആണ്. ഗാർഡനിങ് ഒക്കെ ചെയ്യാനായിട്ട് ഒത്തിരി താല്പര്യമുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. ലെറ്റർ വൈ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. കൊല്ലം ജില്ലയിൽ നിന്നുള്ള ആളുകളായിരിക്കും നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൊക്കെ, അല്ലെങ്കിൽ കൊല്ലം ജില്ലയ്ക്ക് ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വളരെ ഒരു ലവബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആകാം നിങ്ങളുടെ പേഴ്സൺ. തൃശ്ശൂർ ജില്ല നമുക്കിവിടെ കിട്ടുന്നത്. തൃശ്ശൂരിൽ നിന്നുള്ള ആളുകളായിരിക്കാം ഈ ഒരു റീഡിങ് കൂടുതൽ കാണുന്നത് അല്ലെങ്കിൽ റെസിനേറ്റ് ആകുന്നത്. നിങ്ങളുടെ പേഴ്സണ് തൃശ്ശൂരിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ തൃശ്ശൂരിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് തൃശ്ശൂർ ആയിട്ട് എന്തോ ഒരു ബന്ധമുണ്ട് എന്നാണ് നമുക്ക് കാണുന്നത്. അതുപോലെ 1111 എന്ന് പറയുന്ന റേഞ്ചർ നമ്പർ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ടുമോറോ എന്ന് പറയുന്നൊരു പോസിബിലിറ്റിയാണ് വരുന്നത്. 1982 എന്ന് പറയുന്നൊരു വർഷവും കിട്ടുന്നുണ്ട്. റെഡ് കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടമുള്ള ഒരു കളർ എന്ന് വിചാരിക്കുന്നു. മ്യൂസിക്, ഈ ഒരു റിലേഷൻഷിപ്പിനും മ്യൂസിക്കിനും എന്തോ ഒരു ബന്ധമുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ലെറ്റർ സി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലെറ്റർ സി. അതുപോലെ 1975 എന്ന് പറയുന്നൊരു വർഷം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 42 കിട്ടുന്നു.
1988 എന്ന് പറയുന്ന വർഷം കിട്ടുന്നുണ്ട്. നമ്പർ 37. ഓക്കെ, മ്യൂസിക് ഓൾറെഡി നമുക്ക് ഒന്ന് കിട്ടിയതാണ്. ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 35. ഹോണസ്റ്റ്. ഓക്കെ, അതുപോലെ തന്നെ ടോക്കറ്റീവ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ വളരെ ടോക്കറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ വളരെ ടോക്കറ്റീവ് ആയിട്ടുള്ള ഒരാളാകാനും ചാൻസ് ഉണ്ട്. നമ്പർ 56 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 51. ലെറ്റർ ജെ. അതുപോലെ തന്നെ നമ്പർ 25. 1991 എന്ന് പറയുന്ന നമ്പർ കിട്ടുന്നുണ്ട്, വർഷം കിട്ടുന്നുണ്ട്. നമ്പർ 44 നമുക്ക് കിട്ടുന്നുണ്ട്. നമ്പർ 28. നമ്പർ 30. അപ്പോൾ ഇത്ര ക്ലൂസാണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്നത്.